ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എപ്പോഴും ഇങ്ങനെ വിളിക്കല്ലേ എന്ന്. നിങ്ങളെ ഇത് എത്രാമത്തെ സ്കൂളിലാണ് കൊണ്ടുവിടുന്നതെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇങ്ങനെ കിടന്ന് വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ. ആരെന്ത് കാണിച്ചാലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇടപെടരുത്. കഷ്ടമുണ്ട്. ആരുടെയൊക്കെയോ കയ്യും കാലും പിടിച്ചിട്ട് ഇന്ന് എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ തന്നെ പറ്റിയത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരിയാണ്. ഇങ്ങോട്ട് വന്നേ, ഞാൻ ഓർഡർ എടുത്തോളാം. ഞങ്ങൾക്ക് 2 ചായ, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും. സാറേ ചായക്ക് മധുരം വേണമായിരുന്നോ? ഒരാൾക്ക് 4 സ്പൂൺ വെച്ചെടുത്തോ. അല്ല, നിങ്ങൾ വയസ്സായതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. കുട്ടിപ്പം കൊണ്ടുവരാം. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. നാളെ എത്ര കഴിഞ്ഞാലും നമ്മുടെ ലക്ഷ്യമല്ല ഒന്ന് തന്നെയല്ലയോ? അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇപ്പൊ ഒന്നിച്ചത്. കാണണമെന്ന് പറഞ്ഞു. പുതിയ പ്ലാൻ എന്തുവാ? 100 കോടിയുടെ കണ്ടെയ്നർ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. സാധനം എന്താന്നുള്ളതേ നമുക്ക് പിന്നീട് പറയാം. അത് എടുക്കണമായിരിക്കും. ലുട്ടാപ്പി അങ്ങ് ബാംഗ്ലൂരാ, വിളിച്ചു വരുത്തണം. ഇതൊന്നും അവനെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കേസല്ല. പിന്നെ വയസ്സായ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ്. അവന്റെ സാന്നിധ്യം കുറച്ചു നാളായിട്ട് ഈ പ്രദേശത്തുണ്ട്. അവനുണ്ടെങ്കിലേ നമ്മളെ ഈ പാൻ നടക്കത്തേ ഇല്ല. ആര്? നമ്മുടെ ജീവിതത്തിൽ ആരാ ശത്രുവായിട്ടുള്ളത്? അന്നും ഇന്നും മായാവി. എന്താ സക്കാട്ടിരിക്കുന്ന? ഫുഡ് വളർന്നു. സോറി സാർ. ഇനി എന്തെങ്കിലും വേണോ? മായാവി കിട്ടും. മായാവിയൊക്കെ അങ്ങ് ബാലരമേലല്ലേ സാറേ? ശരിയാണ്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. വേറൊരു ഐഡന്റിറ്റി. അവനെ പിടിച്ച് കുപ്പിയിലാക്കിയാലേ നമ്മുടെ ഈ പരിപാടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റും. അതിനുള്ള കുപ്പി ഞാൻ എപ്പോഴും കൈ കരുതിയിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ രാജുവിനെ രാധെ എന്നാ നമ്മുടെ കാര്യം ഈസി ആയിട്ട് നടക്കും. രാജുവും രാധയും ബാംഗ്ലൂരിൽ ഒരു കോൺവെന്റ് സ്കൂളിലാണ്. ലുട്ടാപ്പി എടുത്ത് നമ്മളെ കൺട്രോളിലാണ് മൊത്തം. അത് നമ്മൾ അറിഞ്ഞായിരുന്നു. അവനവിടെ കുന്തത്തില് യൂബർ ഓടിക്കുന്ന കഥയൊക്കെ. അവൻ പകല് മൊത്തം യൂബർ ഓടിക്കും, എന്നിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് രാത്രി പോയിട്ട് പബിൽ വെള്ളം അടിച്ചിട്ട് ഞങ്ങളാട്ടോ. അതന്നെ പരിപാടി. നിരീക്ഷണമാന്ന് പറഞ്ഞ് അവൻ ചതിക്കുമായിരുന്നു. അതെ, ഞങ്ങളിപ്പോൾ പോവാ. ഒരാഴ്ച നിങ്ങൾ തിരിച്ചു വരും. അപ്പോഴത്തേനും നിങ്ങളുടെ മായയെ പിടിച്ച് കുപ്പി സെറ്റാക്കി വെച്ചേക്കാം. പിന്നെ പണ്ടത്തെ പോലെ ചില്ലി കുപ്പി എടുത്തിട്ട് അതിലെ മായവ പിടിച്ചിട്ട് ഉടച്ചു കളയുന്ന പരിപാടി ഇനി നടക്കത്തില്ല. സിറ്റിയിലോട്ട് വന്നില്ലേ, ഇനി പ്ലാസ്റ്റിക് കുപ്പി മേടിച്ചിട്ട് മര്യാദക്ക് അതിൽ നമുക്ക് ഇനി മായവനെ കയറ്റാം. മനസ്സിലായോ? അതിനല്ലേ മുത്ത് കണ്ട വെള്ളം കുടിച്ച കുപ്പി. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ഒരാഴ്ചക്ക് ശേഷം കാണാം. അതെ, കഴിച്ചിട്ട് പോയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് സ്മഗ്ലിങ്ങിന് പോകാനുള്ളതല്ലേ? വാ, സമയമില്ല. നമ്മൾ കാന്താര സിനിമയ്ക്കല്ലേ പോണത്? ചുമ്മാ അറിയില്ലേ, ചുമ്മാ വിലയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി സ്മഗ്ലിങ്. നല്ല കീടിലെ ഫുഡല്ലയോ? നമ്മുടെ കാട്ടിൽ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റ് ചിക്കൻ കറിക്ക്. കീടിലെ സാധനം. ബില്ലെടുക്ക്. താങ്ക് യു സാർ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സാർ? അടിപൊളി ഫുഡ്. ആരാ ഉണ്ടാക്കിയേ? ഞാനാണ് സാർ. അപ്പൊ പറന്ന് നടന്ന എല്ലാ പണിയും ചെയ്യൂല്ലേ? അങ്ങനൊന്നുമില്ല. എന്തായാലും തനിക്കൊരു ഡിഗ്രി. താങ്ക്സ്. ശരിയെന്നാ. ഫോൺ എടുക്കുന്നില്ലല്ലോ. ആ കുട്ടൂസിനപ്പ പറ, എന്തോ വിശേഷം? എടാ, നിന്നോടൊരു കാര്യം ഞാൻ ഏൽപ്പിച്ചായിരുന്നു, അത് കേൾക്കുന്നുണ്ടോ നീ? പിന്നെ കേക്കാതെ. ഞാനിവിടെ ഒരു വണ്ടിക്ക് ജാക്കി വെച്ചോണ്ടിരിക്കുക. എടാ, നിന്നെ അങ്ങോട്ട് വിട്ടത് വണ്ടിക്ക് ജാക്കി വെക്കാനാന്നോ? എടാ, രാജുവിന്റെ രാധയുടെ കാര്യം എന്തോ ആയടാ? ആ, അവരെ ഞാൻ കണ്ടുപിടിച്ച്. അവർ രണ്ടുപേരും എന്റെ കുന്തമനയിലുണ്ട്. വെൽ ഡൺ മൈ ബോയ്. പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ച്. നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയയുള്ള റെസ്റ്റോറന്റിൽ മായാവി ഇപ്പൊ പേര് മാറി കുക്കായിട്ട് ജീവിക്കുന്നുണ്ട്.
റെസ്റ്റോറന്റ് കുക്കായിട്ടോ? ആ അതേന്ന്, നിങ്ങൾ ഒന്നോടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ കിട്ടും. അതെ, ഒരു മിനിറ്റ്, എനിക്ക് ഊബർ കസ്റ്റമർ വന്ന് അവരൊന്ന് പിക്കപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. അതെ, എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കണ്ട കുക്കില്ലയോ, അയാൾ മായാവിയാണ്. എനിക്കും കണ്ടപ്പോഴേ ഒരു വശവശക്ക് തോന്നിയത്. അവനാണെന്ന് നമ്മളെങ്ങനെ ഉറപ്പിക്കും? അതിനൊരു വഴിയുണ്ട്. നമ്മൾ കൊടുത്ത നോട്ട്. അയ്യോ, എന്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഞാൻ രക്ഷിക്കാൻ പോത്തില്ലേ? ഇല്ല, ഞാൻ രക്ഷിക്കാൻ പോത്തില്ല. നമ്മുടെ നിഗമനം ശരിയാ, അവൻ മായാവി തന്നെ. അല്ല, അവനെ നമ്മൾ അങ്ങനെ പിടിക്കും. ഹലോ, ഫുഡ് ഡെലിവറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അകത്തോട്ട് വരാനോ? ആ ശരി, ഓക്കെ. ആ സാറേ, ആ ഗേറ്റ് കയറി. ഓക്കെ. ആ എത്തി. സാറേ, ഇതിപ്പോൾ കുറേ ആയല്ലോ. എവിടെ ഇത്? ഹലോ സാറേ, ഇതിപ്പം ഒത്തിരി ഊടുവഴി വന്ന പോലെ തോന്നുന്നു. എവിടെ ഇത്? ഇനി എവിടാ? ഹലോ, എന്താ ഫുഡ്? ഇതല്ല വേണ്ടത്. പിന്നെ വേറെന്തോ? ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. എടാ മായാവി, നീ എത്ര വേഷം മാറി നിന്നാലും ഞങ്ങൾ നിന്നെ പൊക്കും. അതിന് ഞാൻ മായാവി അല്ലല്ലോ. ഉറപ്പിച്ചു, നീ തന്നെ മായാവി. കേർത്താ കുപ്പിയിൽ. വേണ്ടാന്ന് വിചാരിച്ച അപ്പൊ നിനക്കൊക്കെ എന്റെ മാന്ത്രികപടി കേറാ കുപ്പിയില്. കിട്ടിയോ? എപ്പം മായാവി കിട്ടിയോ?